ഇനിയിപ്പോൾ ഗ്യാസ് ഇല്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഞാൻ വാങ്ങിയത്. ഇതിന്മേൽ എല്ലാ പാത്രങ്ങളും വെക്കാൻ പറ്റും. ഞാൻ സൗദിയിൽ നിന്ന് വന്ന സമയത്ത് ഇവിടെ നാട്ടിൽ ഗ്യാസ് കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആ ഒരു സമയത്താണ് ഞാൻ നാട്ടിലേക്ക് എത്തിയത് കേട്ടോ. എൻ്റെ വീട്ടിലാണെങ്കിൽ ഗ്യാസും ഇല്ല, ബുക്ക് ചെയ്താൽ കിട്ടാനും ഇല്ല ഇനി ഗ്യാസ്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു അടുപ്പ് വാങ്ങാന്നുള്ള തീരുമാനം എടുത്തത്. എനിക്കൊരു വിറകിൻ്റെ അടുപ്പ് പോലും ഇല്ല ഈ ഒരു വീട്ടിൽ. ഞാൻ ആകെ യൂസ് ചെയ്യുന്നത് ഇവിടെ ഗ്യാസിൻ്റെ അടുപ്പ് മാത്രമാണ്. അങ്ങനെ ഞാൻ ഓൺലൈനിൽ നോക്കിയ സമയത്ത് ഈ ഇൻഫ്രാറെഡിൻ്റെ കുക്ക് ടോപ്പ് ഞാൻ വിചാരിച്ച ബ്രാൻഡിൻ്റെത് അവൈലബിൾ അല്ലേ. ഞാൻ പ്രസ്റ്റീജിൻ്റെത് ഇനി നോക്കിയിട്ടുണ്ടേനിയത്. അതാണ് അത്യാവശ്യം നല്ലത് എന്നാണ് റിവ്യൂസിലൊക്കെ കണ്ടത്. അങ്ങനെ അത് വാങ്ങാമെന്ന് വിചാരിച്ച് നോക്കിയ സമയത്ത് അതൊന്നും അവൈലബിൾ അല്ല ഇനി ആ സമയത്ത്. അങ്ങനെയാണ് ഞാൻ ഈ ഐബൽ ബ്രാൻഡിൻ്റെത് വാങ്ങാമെന്ന് വിചാരിച്ചത്. ഇതാണ് പിന്നെയും ഉള്ളതിൽ എനിക്കൊരു നല്ലതായിട്ട് തോന്നിയത്. ഏറ്റവും നല്ല പ്രസ്റ്റീജാണ്. ഞാൻ റിവ്യൂസൊക്കെ നോക്കിയാൽ അങ്ങനെ കേട്ടോ കണ്ട്. ഞാൻ ഇത് മുന്നേ യൂസ് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ റിവ്യൂസിലൊക്കെ പ്രസ്റ്റീജാണ് നല്ലതെന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ ആദ്യം അത് വാങ്ങാമെന്ന് വിചാരിച്ചത്. പക്ഷേ അത് കിട്ടാത്തത് കാരണമാണ് പിന്നെ ഇതും എടുത്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല. കാരണം ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ അതാ ഞാനിതൊന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് പ്ലഗിൽ കുത്തിയാണ്. ഇത് ഫസ്റ്റ് യൂസാണ് കേട്ടോ. ഒരു ഗ്യാസിൻ്റെ അടുപ്പത്ത് സാധനങ്ങൾ എങ്ങനെയാണോ കുക്ക് ചെയ്യുന്നത് അതുപോലെ എല്ലാ പാത്രങ്ങളും ഇതിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പിൻ്റെ പ്രത്യേകത കേട്ടോ. സാധാരണ ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് എന്ന് പറഞ്ഞാൽ അതിന്മേൽ വെക്കാൻ പറ്റുന്ന കുറച്ച് പാത്രങ്ങളുണ്ട്, സ്റ്റീലിൻ്റെ പാത്രം. പിന്നെ അതിൻ്റെ ആ ഒരു ബേസ്, ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് പറ്റിയ ആ ഒരു ബേസുള്ള പാത്രങ്ങൾ മാത്രമേ അതിന്മേൽ വെക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതെന്താന്ന് വെച്ചാൽ ഇതിന്മേൽ നമുക്ക് എല്ലാ പാത്രങ്ങളും വെക്കാം, മൺചട്ടി പോലും ഇതിന്മേൽ വെക്കാൻ പറ്റുട്ടോ. അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിയത്. അങ്ങനെ ഞാനിതാ ഇപ്പോൾ ഫസ്റ്റത്തെ യൂസുകളും മുന്നേ നിന്നാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പം വെച്ചത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പോട്ടാണ് കേട്ടോ ഇതിന്മേൽ വെച്ചത്. ഇൻഡക്ഷൻ കുക്കറിലാണെന്നുണ്ടെങ്കിൽ ആ പാത്രം ചൂടാവാതെ ആ എന്താണോ നമ്മൾ വെച്ചത് ആ ഒരു ഫുഡ് ഐറ്റം മാത്രമാണ് ചൂടാവുക. നമുക്ക് പാത്രമൊക്കെ കൈകൊണ്ട് തൊടാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇതെങ്ങനെയാ വെച്ചാൽ ഇത് അടിയിൽ കോയിൽ ചൂടായിട്ട് ഒരു ഗ്യാസ് അടുപ്പ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേ സെയിം പോലെ കേട്ടോ ഇത്. കാരണം ഗ്യാസിൽ നമ്മൾ പാത്രം വെച്ചാൽ നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റില്ലല്ലോ, കൈ കൊണ്ട് പോയി തൊട്ടാൽ അത് പൊള്ളോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും. പാത്രം മൊത്തവും ചൂടായിട്ടാണ് സാധനം ചൂടാവണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു ഗ്ലാസിൻ്റെ ഈ ഒരു താഴ്ഭാഗത്തൊക്കെ നല്ല ചൂടുണ്ടാവും. അപ്പോൾ കുട്ടികളൊക്കെ അതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഓഫാക്കിയാലും കുറച്ച് നേരം അത് ആ ഒരു ചൂട് അങ്ങനെ നിൽക്കും. ഇപ്പോൾ കണ്ടോ ഞാനിത് എടുത്ത് ഇപ്പം ഞാൻ ഓഫാക്കിയിട്ടാട്ടോ ഇതെടുത്ത് വീണ്ടും അയിമലേക്ക് വെക്കുമ്പോൾ അത് വീണ്ടും തിളയ്ക്കുന്നത് കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്തെങ്കിലും ഫ്രിഡ്ജിൽ നിന്നൊക്കെ സാധനങ്ങൾ എടുത്തിട്ട് ജസ്റ്റ് ചൂടാക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതിൻ്റെ മേലേക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനിത് വാങ്ങാൻ കാരണം എന്താ വെച്ചാൽ ഞാനിപ്പം മറ്റേ സാധാ ഇൻഡക്ഷൻ കുക്കർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ പാത്രങ്ങളും ഞാൻ വാങ്ങേണ്ടി വരും. അപ്പോൾ അതിലും നല്ലത് ഇൻഫ്രാറെഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ പാത്രങ്ങളും ഇതിന്മേൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനായിട്ട് വേറെ സെപ്പറേറ്റ് പാത്രം വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ചായ ഉണ്ടാക്കി ജസ്റ്റ് നോക്കിയിട്ട് മാത്രമേ ഉള്ളൂ ഇതിന്മേൽ. ഇത് ഓൺലൈനിൽ ഞാൻ ഓർഡർ ചെയ്ത് ഇത് എത്തണ സമയത്ത് തന്നെ എനിക്ക് ഗ്യാസും കിട്ടിയിട്ടുണ്ടേനി. പിന്നെ ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് അത്യാവശ്യം നല്ല കറണ്ട് ബില്ലാവും. പിന്നെ പ്രത്യേകിച്ച് നല്ല ചൂടായത് കാരണം ഇവിടെ എ സി ഒക്കെ എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അധികം എക്സ്ട്രാ ഇനി കറണ്ട് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞാനിത് എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് സോളാർ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ആ സമയത്ത്. അപ്പോൾ നമുക്ക് കറണ്ടിൻ്റെതെല്ലാം ഒരു പേടിയും കൂടെ അത് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഗ്യാസ് കിട്ടിയ സ്ഥിതിക്ക് ഇപ്പം ഞാൻ ഗ്യാസാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇതിപ്പോൾ വേറൊരു ദിവസമാണ്. നാട്ടിൽ വന്ന സമയത്ത് തന്നെ എനിക്കൊരു കല്യാണം ഉണ്ടായിനി കുടുംബത്തിൽ. അങ്ങനെ ആ കല്യാണം കൂടാനായി. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയതാട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടേനി. അങ്ങനെ ഞങ്ങളെല്ലാവരും പാടിയും കൂടിയിട്ട് ഇനി ഞങ്ങളൊന്ന് പുറത്തൊക്കെ പോയി അതിൻ്റെ ക്ലിപ്പുകളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടേനി. അതും ജസ്റ്റ് ഒന്ന് ഇതിൽ ആഡ് ചെയ്തതാണ്. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതൊക്കെ ഒരു മെമ്മറി അല്ലേ, അതിനും വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് എന്താ അറിയില്ല, ഇവർ കൂടുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ്. ഞാനായിട്ട് റിയൽ ഞാനായിട്ട് നിൽക്കുന്ന രണ്ടാൾക്കാരാട്ടോ ഇവർ. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തു പോയി ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് ഞങ്ങളങ്ങനെ പിരിഞ്ഞ്.
അപ്പോൾ ഇത്രക്കുള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇൻഫ്രാറെഡിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.